മലയാള സിനിമയിൽ ഭയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കൊരുപാട് ഹൊറർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ മലയാളത്തിലെ ഹൊറർ സിനിമകളുടെ ഒരു അന്തരീക്ഷം എന്താണ്? നമുക്ക് നോക്കാം. സിനിമാ നോട്ടത്തിന്റെ ഈ ഒരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാളത്തിലെ ഹൊറർ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള സംവിധായകനാണ് രാഹുൽ സദാശിവൻ. തന്റെ ആദ്യ ചിത്രമായ റെഡ് റെയിൻ മുതൽ അവസാന ചിത്രമായ ഡയസിറെ വരെ രാഹുൽ സദാശിവൻ തന്റേതായ ശൈലിയിൽ മലയാളത്തിൽ ഒരു ഹൊറർ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഹൊറർ യൂണിവേഴ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ സ്വന്തമായ ഒരു ശൈലി തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ചിത്രം റെഡ് റൈൻ, പിന്നീട് ഭൂതകാലം, ഭ്രമയുഗം, ഏറ്റവും അവസാനം ഇറങ്ങിയ ഡയസിറെ, ഈ 4 ചിത്രങ്ങളും രാഹുൽ സദാശിവൻ എന്ന ഹൊറർ മാസ്റ്റർ ഫിലിം മേക്കറുടെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങളാണ്. സാധാരണയായി ഹൊറർ സിനിമകളിൽ നമ്മളെ പേടിപ്പിക്കുന്നത് പ്രേതങ്ങളാണ്. പക്ഷേ രാഹുൽ സദാശിവന്റെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ താമസിക്കുന്ന അവരുടെ ഒരു സ്പേസ് അതിലൊരു പ്രധാന ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ വീടുകൾ. ഇപ്പൊ നമ്മള് ഭൂതകാലം എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ വീട്ടിനകത്താണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മന, അതുപോലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഡേസേറയില് ആ പ്രണവിന്റെ ക്യാരക്ടറിന്റെ ആ വീട്. അപ്പോ അവര് താമസിക്കുന്ന കഥാപാത്രങ്ങൾ താമസിക്കുന്ന സ്പേസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ തോന്നിയിട്ടുണ്ട്. ഭൂതകാലത്തിലെ വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് ഒരു സാധാരണ വാടക വീടാണ്. അവിടെ താമസിക്കുന്ന 2 കഥാപാത്രങ്ങളും മാനസികമായി ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ ഡിപ്രഷൻ, ഏകാന്തത, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതൊരു ഹോണ്ടഡ് ഹൗസായി മാറുന്നുണ്ട്. കഥയെക്കാളും ഈ പ്രേത കഥാപാത്രത്തെക്കാളും ആ വീടിന്റെ അന്തരീക്ഷമാണ് ഭൂതകാലത്തെ കുറച്ചുകൂടി ഭയാനകമാക്കുന്നത്. ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ വീട്, ആ മന എന്ന് പറയുന്നത് അടിച്ചമർത്തലിന്റെ പ്രതീകമാണ്. ഒരു ഒപ്രഷനാണ് അതില് ആ വീട് പ്രതിനിധീകരിക്കുന്നത്. ഇതിലെ മന വെറും ഒരു തറവാടല്ല, അതൊരു സിസ്റ്റത്തിന്റെ പ്രതീകമാണ്. അവിടെ നോക്കുകയാണെങ്കിൽ പകലിനേക്കാൾ കൂടുതൽ ദൈർഘ്യം രാത്രിക്കാണ്. ആ മനയിൽ അകപ്പെടുന്ന ആളുകളെ അതിന്റെ പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇങ്ങനെ ആണ് ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ സ്പേസ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ചിത്രമായ ഡയസിറിയയിലേക്ക് വരുമ്പോൾ ഒരു വലിയ വീടാണ്. ആ വീട്ടിൽ നിറയെ ശൂന്യതയാണ്. പല ഫ്രെയിമുകളിലും നമുക്ക് ആ ശൂന്യത കാണാനായിട്ട് സാധിക്കും. അതിലൊരു തരം കുറ്റബോധമാണ് അതിലെ നായക കഥാപാത്രത്തെ ഹോണ്ട് ചെയ്യുന്നത്. ആ നായക കഥാപാത്രത്തിന്റെ കുറ്റബോധം, ആ വീടിന്റെ ആ ഒരു വ്യാപ്തി, വലിപ്പം, ആ ശൂന്യമായ ചില ഇടങ്ങൾ, അതോടൊപ്പം ആ ഒരു പ്രേതത്തിന്റെ പ്രസൻസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭയം അനുഭവപ്പെടുന്നത്. ഇവിടെയും ആ വീട് ഒരു പ്രധാന കഥാപാത്രമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. രാഹുൽ സദാശിവന്റെ ചിത്രങ്ങളിലെ മറ്റൊരു പ്രത്യേകതയായി തോന്നുന്നത്, രാഹുൽ സദാശിവൻ പുറമേയുള്ള പ്രേതങ്ങളല്ല, മനുഷ്യന്റെ ഉള്ളിലെ ആ ഇരുട്ട്, ആ ഇമോഷണൽ ഗോസ്റ്റ് ആണ് അദ്ദേഹം കാണിച്ചിരുന്നത്. അപ്പൊ മനുഷ്യ മനസ്സിനെ പഠിക്കുന്ന അത് വെച്ചുകൊണ്ട് ഒരു ഫിയർ, പേടി രൂപപ്പെടുത്തുകയാണ് രാഹുൽ സദാശിവൻ തന്റെ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത്. ഒബ്സഷനില് നമ്മൾ കണ്ടതാണ്. മനുഷ്യൻ പ്രേതങ്ങളെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ കഥാപാത്രങ്ങളുടെ ഉള്ളിലോ അവന്റെയോ അവളുടെ ഉള്ളിൽ മനസ്സിന്റെ ഭയങ്ങളെ തുറന്നു കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഒരു ഇമോഷണൽ മനുഷ്യന്റെ ഉള്ളിലെ ഇമോഷണൽ ഗോസ്റ്റിനെ പുറത്തു കൊണ്ടുവരാനാണ് രാഹുൽ സദാശിവൻ തന്റെ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത്. മറ്റ് പ്രേത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അത് തന്നെയാണ്. രാഹുലിന്റെ മറ്റൊരു പ്രത്യേകത, മലയാളത്തിൽ നമ്മൾ പരമ്പരാഗതമായി കാണുന്ന ചില പ്രേത യക്ഷി സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ക്ലീഷകളെയൊക്കെ മനഃപൂർവ്വം തന്നെ, ബോധപൂർവം തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധായകൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാളത്തിൽ പ്രേതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെള്ള സാരി ഉടുത്ത, സമൂഹത്തിന്റെ സൗന്ദര്യത്തിന്റെ എല്ലാ അളവുകളിലും മുൻപിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് മനസ്സിലേക്ക് വരിക. എന്നാൽ രാഹുൽ പലപ്പോഴും ഈ ഹൊറർ എന്നുള്ള ആ ഒരു സങ്കല്പത്തെ
കുറച്ചുകൂടി ഒരു വെസ്റ്റേണൈസ്ഡ് രീതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഭൂതകാലം തന്നെ വലിയ ഉദാഹരണമാണ്. നമ്മൾ കൃത്യമായി രൂപമുള്ള പ്രേതത്തെയോ അല്ലെങ്കിൽ ഒരു ഭീകര സത്വത്തെയോ എവിടെ കാണുന്നില്ല. പക്ഷെ ഭയം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു അതിലെ ശബ്ദമാവട്ടെ, ക്യാമറയുടെ ചില മൂവ്മെന്റുകളാവട്ടെ, അത്തരത്തിൽ കാണികളെ ഭയപ്പെടുത്താനായിട്ട് ഒരു പ്രേത രൂപം ആവശ്യമില്ല എന്ന് രാഹുൽ തെളിയിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. അതേപോലെ രാഹുൽ സദാശിവൻ ജംസ്കെയറിനെ അമിതമായിട്ട് ആശ്രയിക്കാറില്ല. നമ്മൾ ഈ ഹോളിവുഡൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും ഒരു വലിയ ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടുള്ളത് ജംസ്കെയറിന്റെ അമിതമായ ഉപയോഗമാണ്. രാഹുൽ ആവശ്യത്തിന് അത് ഉപയോഗിക്കുമ്പോഴും ആ സിറ്റുവേഷൻസിലൂടെ, കഥയിലൂടെ, കഥാപാത്രത്തിലൂടെ ഒക്കെ ഭയം ജനിപ്പിക്കാനും ജംസ്കെയറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഹരി പറഞ്ഞു സ്റ്റീരിയോ ടൈപ്പിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് രാഹുൽ സദാശിവൻ കഥ പറയുന്നത്. അപ്പൊ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, സാധാരണ സിനിമകളുടെ തുടക്കത്തിൽ തന്നെ ഈ പ്രേതത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് പ്രേതം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. പക്ഷെ രാഹുൽ സദാശിവന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഭൂതകാലവും ഭ്രമയുഗവും ഡേസിറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതില് കഥ മുന്നോട്ട് പോയി കഥാപാത്രങ്ങളെല്ലാം നമ്മളെ പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രേതം അല്ലെങ്കിൽ ഗോസ്റ്റ് ഇതാണ് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ രാത്രി തന്നെ വേണ്ട പേടിക്കാൻ. ഇപ്പൊ ഡേസിറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പകലിലെ സീനുകൾ പോലും ആളുകളെ പേടിപ്പിക്കുന്ന തരത്തില് എടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് രാഹുൽ സദാശിവൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഈ ഹോളിവുഡിലൊക്കെ പ്രധാനപ്പെട്ട ഹൊറർ ഫ്രാഞ്ചൈസികളുണ്ട്, ഇപ്പൊ കൺജൂറിംഗ് ഒക്കെ പോലെ. അപ്പൊ ഇതിലൊക്കെ പലപ്പോഴും സ്ഥിരമായി സിനിമ കാണുന്ന പ്രേക്ഷകരെ മടിപ്പിക്കുന്ന ഒരു കാര്യം, ഇവർ ഈ പ്രേതത്തിന് വരാൻ വേണ്ടി സമയം, സൗകര്യം എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അത് സംഭവിക്കുന്നത്. നമുക്കറിയാം, രാത്രിയായിരിക്കും പ്രേതം വരുന്നത്, ഒറ്റപ്പെട്ട ഒരു വലിയ വീടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഒത്തുചേർന്നിട്ടാണ് പ്രേതം വരുന്നത്. പക്ഷെ രാഹുലിന്റെ സിനിമകളിൽ അതിന് സമയമില്ല, സാഹചര്യം വേണ്ട, ഓപ്പൺ ആവാം. എനിക്കൊന്ന് ഡേസിറയിലെ ഒരു കാറ്റ് വീശുന്ന ഒരു രംഗമുണ്ട് അല്ലെ, ഒരു മതില് കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ മതിലും ആ കാറ്റും മാത്രം മതി നമുക്ക് ഭയം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്റെ ഒരു സവിശേഷമായ ഒരു ശൈലി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം. രാഹുൽ സദാശിവന്റെ ചിത്രങ്ങളിലെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നായകൻ, വില്ലൻ അങ്ങനെയുള്ള ഒരു ബൈനറി നമുക്ക് കാണാൻ പറ്റില്ല. ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്. അതായത് അവരുടെ ഉള്ളിലെ മാനസിക സംഘർഷങ്ങൾ അവര് പുറത്തു കാണിക്കുന്നു പല രീതിയിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ സദാശിവന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്നത്തെ കാലത്തെ സിനിമ കാണുന്ന ചെറുപ്പക്കാരോട്, ഗ്ലോബൽ സിനിമയോട് കൃത്യമായി സംവദിക്കുന്ന ആ ഒരു തലമുറയോട് കൃത്യമായി കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പറ്റുന്നുണ്ട്. പലപ്പോഴും മലയാളത്തിലെ ഹൊറർ ഫ്രാഞ്ചൈസികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം, അത് കുറച്ചധികം പഴഞ്ചൻ രൂപസവിശേഷതകളുള്ളതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാറുമില്ല. രാഹുൽ പക്ഷെ ആ കാര്യത്തിൽ വളരെ അപ്ഡേറ്റഡ് ആണ്. എനിക്ക് തോന്നി OTT-യിലൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ഡേസിറയൊക്കെ പല ഭാഷകളിലെ ഫിലിം ക്രിറ്റിക്സ് നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മൾ കണ്ടു. ഭ്രമയുഗം നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് നേടിക്കൊടുക്കുന്നതിലൂടെ ചർച്ചയായ ചിത്രമാണ്. അത്തരത്തിൽ അദ്ദേഹം തന്റെ ഒരു കയ്യൊപ്പ് ഈ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ഹൊറർ എന്നുള്ള ഒരു ജോണറിൽ അത് പതിപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനുള്ളത് ഒടിയൻ എന്ന ചിത്രത്തിന്റെ ഒരു ഹൊറർ രൂപമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷെ വളരെ പ്രതീക്ഷയോടുകൂടി മലയാളി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മലയാളത്തിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഹൊറർ ഫിലിംസ് എന്നുള്ളത്. ഹൊറർ സിനിമ ഒരുപാട് പുതിയ സംവിധായകർ വരുന്നുണ്ട്, പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഏരിയ ഹൊറർ സിനിമ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, പുതിയ പുതിയ രീതികളും പുതിയ ആശയങ്ങളും വരട്ടെ. നമ്മളുടെ ചർച്ച ഇതോടുകൂടി അവസാനിക്കുകയാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. രാഹുൽ സദാശിവന്റെ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും കൂടെ പറയുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.